ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എന്തെടുക്കുക? പഠിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലേ? ഇന്നും കൂടെ നമുക്കിന്ന് മാത്സ് പഠിക്കാം അല്ലേ? ഓക്കെ, മാത്സിൽ നമുക്ക് ടൈമാണ് നമ്മൾ പഠിക്കാൻ പോണത്. പേജ് നമ്പർ 54 എടുത്തേ. നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ടോ? എന്തോ അത് ക്ലോക്കാണ് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ക്ലോക്കാണ് ഈ കണ്ടത് അല്ലേ? ക്ലോക്ക് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ടൈം നോക്കാൻ അറിയാമോ? അറിയത്തില്ല അല്ലേ? കുഞ്ഞു മക്കളല്ലേ, നമുക്ക് അറിയത്തില്ല അല്ലേ? നമുക്ക് പഠിക്കാം. ഇതെന്താ ഇതിന് പറയണേ? ടൈമിൽ എന്താ പറയണേ? സമയം. ചോദിക്കത്തില്ല വാട്ട് ഈസ് ദ ടൈം നൗ? ഇപ്പൊ എത്ര മണിയായി അല്ലേ? എത്ര മണിയായെന്ന് ചോദിക്കും അല്ലേ? എത്ര സമയമായിരുന്നു നമുക്ക് നോക്കാം. എക്സ്ക്യൂസ് മീ, സോറി, ടീച്ചറിന് തുമ്മൽ വന്നിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? ടൈമാണ്. ടൈമിന് നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ഇതുണ്ട്. ടീച്ചർ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്ലോക്ക് എങ്ങനെ ഇരിക്കണേ? ഇതാണ് നമ്മുടെ ക്ലോക്ക് അല്ലേ? ക്ലോക്കിന്റെ ഇവിടെ ഒരു ഇതുണ്ടാവും, രണ്ട് സൂചികളുണ്ടാവും. അതിന് ഒരു സൂചി വലിയതായിരിക്കും, പിന്നെ ഒരു സൂചി ചെറുതായിരിക്കും. ഇതിനെ എന്ത് പറയും? ബിഗ് ഹാൻഡ്. എന്താണ്? ബിഗ് ഹാൻഡ്. BIG ബിഗ് ഹാൻഡ്. മറ്റത് സ്മോൾ ഹാൻഡ്, ചെറുത്. കണ്ടോ? സ്മോൾ ഹാൻഡ്. രണ്ട് ടൈപ്പിലുള്ള ഹാൻഡുകളാണ് നമുക്കുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ക്ലോക്കിൽ നിങ്ങൾ എല്ലാവരും ക്ലോക്ക് എടുത്ത് നോക്കുക. അടുത്ത മോളിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ നോക്കിയേ, ഒരു ബിഗ് ഹാൻഡ്, ഒരു സ്മോൾ ഹാൻഡ്. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുതുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടിട്ടുള്ളത് ക്ലോക്കിൽ? ഇത് കണ്ടല്ലോ, ടൈം ഉണ്ടാവും അല്ലേ? നമ്മൾ ടൈം എങ്ങനെയാ പറഞ്ഞേ? ഇവിടെ ആയിരിക്കും 12 മണി അല്ലേ? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. എല്ലാ ക്ലോക്കിലും ഒരുപോലെ ആയിരിക്കും കേട്ടോ. 4, 5, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 9, ഇവിടെ 10, ഇവിടെ 11. കണ്ടോ? ഇങ്ങനെയായിരിക്കും ക്ലോക്ക് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ബിഗ് ഹാൻഡും കാണും, ഒരു സ്മോൾ ഹാൻഡും കാണും. ടീച്ചർ ഓരോ സമയത്തിനനുസരിച്ച് പറയാം. ഈ ബിഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ബിഗ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്മോൾ ഹാൻഡ് അവേഴ്സിനെയും മണിക്കൂറിനെയും, ബിഗ് ഹാൻഡ് നമ്മൾ എന്തിനാണ്? മിനിറ്റ്സിനെയും ആണ് കാണിക്കുന്നത്. നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞേ? ബിഗ് ഹാൻഡ് അവേഴ്സിനെയും സ്മോൾ ഹാൻഡ് മിനിറ്റ്സിനെയുമാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു ടൈം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയാൻ പോവാണ്. ബിഗ് ഹാൻഡ് എവിടെ പോകുന്നു വെച്ചാല് അത് നോക്കാം നമുക്ക്. നോക്കിയേ, ബിഗ് ഹാൻഡ് 12-ലും സ്മോൾ ഹാൻഡ് 3-ലും ആണെന്ന് വെച്ചോ. 3 കേട്ടോ. ഇവിടെ 3 ആണെങ്കിൽ ഇപ്പൊ എത്ര മണിയാണെന്ന് അറിയുമോ? നമ്മൾ പറഞ്ഞു ഇത് അവേഴ്സ് ആണ്. 1, 2, 3 അല്ലേ? 3. ഇപ്പൊ എത്ര മണിയായി? 3 o'clock. എത്ര മണിയായി? 3 o'clock. 3 മണിയായി. 3 മണിയായി. ഇത് കറക്റ്റ് 12-ൽ വരണം കേട്ടോ, 12-ൽ വരണം. ബിഗ് ഹാൻഡ് 12-ലും വരണം, സ്മോൾ ഹാൻഡ് 3-ലും വരണം. ബിഗ് ഹാൻഡ് 12-ന് വരണം, സ്മോൾ ഹാൻഡ് 3-ലും വന്ന എത്ര മണിയായി? 3 ആയി. നോക്കിയേ, ബിഗ് ഹാൻഡ് 12-ലും ഈ സ്മോൾ ഹാൻഡ് 4-ലും വന്ന എത്ര മണിയായി? 4 o'clock ആയി. എത്ര മണിയായി? 4 o'clock. 4 മണിയായി. നമ്മള് സ്നാക്സ് കഴിക്കുന്ന സമയം അല്ലേ? 4 മണിയായി. ഓക്കെ, അടുത്ത് നോക്കിയേ, ബിഗ് ഹാൻഡ് 12-ലും സ്മോൾ ഹാൻഡ് 5-ലും വന്നാലോ എത്ര മണിയാവും? 5 o'clock. എത്ര മണിയായി? 5 o'clock ആയി. 5 മണിയായി. അടുത്തതോ, ബിഗ് ഹാൻഡ് 12-ലും സ്മോൾ ഹാൻഡ് 6-ലും വന്ന എത്ര മണിയായി? 6 o'clock. എത്ര മണിയായി? 6 o'clock. 6 മണിയായി. 6 മണി. ബിഗ് ഹാൻഡ് 12-ലും സ്മോൾ ഹാൻഡ് 7-ലും വന്നാൽ എത്ര മണിയായി? 7 o'clock. നമ്മളെല്ലാം ചെറിയ ഹാൻഡ് എവിടെയാ നോക്കിയാൽ മതി. ബിഗ് ഹാൻഡ് 12-ലും ഉണ്ടോ നോക്കണം കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഈ പറയണത്. എത്ര മണിയായി?
7 o'clock, 7 മണി അല്ലേ? ഇത് 8ലേക്ക് വന്നാലോ സ്മോൾ ഹാൻഡ് എത്ര മണിയായി? 8 o'clock, 8 മണി അല്ലേ? 8 o'clock, 8 മണിയായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? സ്മോൾ ഹാൻഡ് 8ലാണോ ബിഗ് ഹാൻഡ് 12ലാണോ? ബിഗ് ഹാൻഡ് നിന്ന് നീളമുള്ളത് കേട്ടോ. ഇത് ചെറുതും വലുതുമാണ്. ക്ലോക്ക് എടുത്ത് നോക്കണേ. ഇത് 12ലുണ്ടോ ഇത് 8ലുണ്ടോ എങ്കിൽ എത്ര മണിയായി? 8 o'clock ആയി അല്ലേ? അടുത്തതോ ഇത് സ്മോൾ ഹാൻഡ് 9ലും ബിഗ് ഹാൻഡ് 12ലായ എത്ര മണിയായി? എവിടെയായി? 9 o'clock. എത്ര മണിയായി? 9 o'clock, 9 മണി അല്ലേ? എവിടെയാ? സ്മോൾ ഹാൻഡ് 9ലും ബിഗ് ഹാൻഡ് എവിടെയാ? 12ലും ആണ് അല്ലേ? അടുത്ത് നോക്കിക്ക്. നേരെ പോയിട്ട് ഇവിടെ 10ൽ പോയി നിൽക്കുവാണ്. അപ്പൊ എത്ര മണിയായി? ഇപ്പൊ 10 o'clock, 10 മണി അല്ലേ? നമ്മൾ സ്കൂളൊക്കെ തുറങ്ങുന്ന സമയം അല്ലേ? 10 o'clock, 10 മണിയായി. ഓക്കെ. എവിടെ എന്താ സംഭവിച്ചതില്ല? സ്മോൾ ഹാൻഡ് ചെറിയ ഹാൻഡ് എവിടെ വന്നു? 10 o'clock. വലിയ ഹാൻഡ് എവിടെ പോയി? 12 o'clock വന്നപ്പോൾ 12 o'clock 12ലും വന്നപ്പോൾ എത്ര മണിയായി? 10 o'clock ആയി. സ്മോൾ ഹാൻഡ് 10ലും ബിഗ് ഹാൻഡ് 12ലും. അടുത്ത എവിടെയാ? ഇവിടെ അല്ലേ ചെറുത്? 11 o'clock ആയി. കാരണം എന്താ? സ്മോൾ ഹാൻഡ് എവിടെ വന്നു? 11ലും ബിഗ് ഹാൻഡ് എവിടെ വന്നു? 12ലും. ഇപ്പൊ എത്ര മണിയായി? 11 മണി. എത്ര മണിയായി? 11. 11 o'clock, 11 o'clock അല്ലേ? 11 മണിയായി. ഇനി ഇത് നേരെ രണ്ടും ഒരുപോലെ ഇവിടെ വന്നാലോ? രണ്ടും ഒരേപോലെ വന്നാലോ? സ്മോൾ ഹാൻഡും ബിഗ് ഹാൻഡും ഒരേ ലൈനിൽ 12 o'clock 12 മണി 12 എന്നുള്ള ടൈമിൽ വന്നാൽ എന്തായി? ഇപ്പൊ എത്ര മണിയായി? 12 o'clock, 12 മണിയായി. എത്ര മണിയായി? 12 മണിയായി. മനസ്സിലായോ മക്കൾക്ക്? അതായത് ഈ ബിഗ് ഹാൻഡ് 12ൽ നിൽക്കുകയും സ്മോൾ ഹാൻഡും 12ൽ നിൽക്കുകയും ചെയ്താൽ ഇപ്പൊ എത്ര മണിയായി? 12 മണിയായി. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാം ഒന്ന് നോക്കിയാലോ? നോക്കാം. നമ്മുടെ വീട്ടിലെ ക്ലോക്ക് എടുക്കുക. നിങ്ങള് എവിടെയാണ് നിക്കണേ നോക്കുക. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടൊന്ന് ടീച്ചർ ഇത്രയും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെ വെച്ചിട്ട് അല്ലേ? നമ്മളെ നേരിട്ട് കാണുന്നില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് ടീച്ചറിന് ബുദ്ധിമുട്ട് പറഞ്ഞത്. നമുക്കിപ്പോ സമയം നോക്കാം. നോക്കിക്കേ. നോക്കുക. ഇത് എത്ര മണിയിലാണ്? നമ്മുടെ സ്മോൾ ഹാൻഡ് എവിടെ? സ്മോൾ ഹാൻഡ് ഇവിടെയാണ്. കണ്ടോ? ബിഗ് ഹാൻഡ് വന്നിട്ട് ഇവിടെയാണ്. ഇപ്പൊ എത്ര മണിയായെന്ന് അറിയുമോ? നിങ്ങൾ പറഞ്ഞല്ലോ എത്ര മണിയായി? 2 o'clock അല്ലേ? എത്ര മണിയായി? 2 o'clock. 2 o'clock ആയി. കണ്ടോ? 2 o'clock. അടുത്ത് നോക്കിയേ. ഈ സ്മോൾ ഹാൻഡ് വന്നിട്ട് 7ൽ വരുവാണ്. ബിഗ് ഹാൻഡ് വന്നിട്ട് 12ൽ വന്നപ്പോൾ എത്ര മണിയായി? ഇപ്പം 7 o'clock. എത്ര മണിയായി? 7 o'clock, 7 മണിയായി. ഇവിടെ എത്ര മണിയായെന്ന് നിങ്ങളാ പറയേണ്ടത്. നോക്കിക്കേ. ബിഗ് ഹാൻഡ് 12ൽ തന്നെയാണ് കേട്ടോ. സ്മോൾ ഹാൻഡ് എവിടെയാ? നോക്കിക്കേ. എവിടെയാ? എത്ര മണിയായി? ഇവിടെ എത്ര എഴുതല്ലേ നിങ്ങള്? എവിടെയാണ് സ്മോൾ ഹാൻഡ്? 3ൽ. നിങ്ങൾ എത്ര എഴുതും? 3 o'clock. എത്രയാണ്? 3 o'clock. കണ്ടോ? ഇവിടെ എത്ര എഴുതണ്ടേ? 3 ആണ് എഴുതുന്നത്. കാരണം എവിടെ നിൽക്കണേ? സ്മോൾ ഹാൻഡ് 3ലാണ്. ബിഗ് ഹാൻഡ് എവിടെ നിൽക്കണേ? 12ലാണ്. കണ്ടോ? അടുത്ത് നോക്കിക്ക്. എവിടെ നിൽക്കണേ? സ്മോൾ ഹാൻഡ് 1ലാണ്. 1ല്. ബിഗ് ഹാൻഡ് 12ലും. എത്ര മണിയായി ഇപ്പം? 1 o'clock. എത്ര മണിയായി? 1 o'clock. 1 o'clock. എഴുതിക്ക്. ഇവിടെ എല്ലാവരും 1 എന്ന്. ഇവിടെ 3, ഇവിടെ 1. എഴുതിയോ? അടുത്ത് നോക്കിക്കേ. എവിടെയാ സ്മോൾ ഹാൻഡ് നിൽക്കണേ? എവിടെയാ? എത്രയില്ല?
8 ഇപ്പൊ എത്ര മണിയായി? എത്ര മണിയായിരുന്നു നിങ്ങള്? 8 o'clock. എത്ര മണിയായി? 8 o'clock. 8 o'clock ആണെങ്കിൽ സ്മോൾ ഹാൻഡ് 8-ലും ബിഗ് ഹാൻഡ് 12-ലും നിൽക്കണം. എത്ര മണിയായി? 8 o'clock. അടുത്ത് നോക്കിക്കേ, എവിടെയാ? 10-ല്. എവിടെയാ? 10-ല്. 10-ല് നിന്നപ്പോ എത്ര മണിയായി? 10 o'clock. എത്ര മണിയായി? 10 o'clock. നിങ്ങൾ അവിടെ എന്ത് എഴുതണം? അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 10. എന്തെഴുതും? 10. ഓക്കെ. അടുത്ത് നോക്കിയേ, എവിടെയാ സ്മോൾ ഹാൻഡ് നിൽക്കണേ? 11-ല്. 11. ഇപ്പൊ എത്ര മണിയായി? എത്ര മണിയായി? ഇതില് സ്മോൾ ഹാൻഡ് എവിടെ നിൽക്കണേ? 11-ല്. ബിഗ് ഹാൻഡ് 12-ല്. എത്ര മണിയായി? 11 o'clock. നിങ്ങളിവിടെ എത്ര എഴുതണ്ടേ? 1 1 11 എഴുതണം അല്ലേ? അടുത്ത് നോക്കിയേ, എവിടെയാ നിൽക്കണേ? സ്മോൾ ഹാൻഡ് 5-ലാണ്. എവിടെയാ? 5-ല്. എത്ര മണിയായി? 5-ല് നിൽക്കുവാണെങ്കിൽ സ്മോൾ ഹാൻഡ് 5-ൽ നിന്ന് എത്ര മണിയായി? 5 o'clock ആയി. 5 o'clock. എത്ര മണിയായി? 5 o'clock. കാരണം ഈ സ്മോൾ ഹാൻഡ് എവിടെയാണെന്ന് നോക്കുക. ബിഗ് ഹാൻഡ് 12-ൽ ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാതെ ഉള്ളൂ അല്ലേ? ബിഗ് ഹാൻഡ് 12-ലും സ്മോൾ ഹാൻഡ് 5-ലും ആയ 5 o'clock. നിങ്ങൾ നോക്കുക. എന്നിട്ട് പേരൻസിനെ കൂടെ ഹെൽപ്പ് എടുക്കണം കേട്ടോ. ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ പേരൻസിനെ കൂടെ ഹെൽപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും? കൃത്യമായിട്ട് പഠിക്കുമോ? മക്കൾ പഠിക്കുമോ? എന്ത് ചെയ്യണം? വീട്ടിലെ ക്ലോക്ക് എടുക്കണം. ക്ലോക്ക് എടുത്ത് വെച്ചിട്ട് മോളിൽ നിന്ന് പഠിച്ചാൽ കേട്ടോ. താഴെ വെച്ച് നമ്മൾ തല്ലി പൊട്ടിക്കും. മോളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. എപ്പോഴാണ് 12-ല് വരണേ നോക്കണം. ബിഗ് ഹാൻഡ് വലിയ സൂചി കേട്ടോ. അതാണ് ബിഗ് ഹാൻഡ് എന്ന് പറയുന്നത്. വലിയ സൂചി എവിടെ വരണം? 12-ല് വരണം. പിന്നെ ഈ ഓരോന്നായിട്ട് സ്മോൾ ഹാൻഡിലേക്ക് ചെറിയ സൂചി സ്മോൾ ഹാൻഡ് ഓരോ നമ്പറിലേക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ സമയം നോക്കിയിട്ട് പറയണം. പിന്നെ ഇനി കുറച്ച് വേറെയൊക്കെ ഉണ്ട്. അത് പിന്നെ പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങളെല്ലാം കൂടെ പഠിച്ചാൽ ഒന്നും കേറത്തില്ല അതിന്. അപ്പോൾ നിങ്ങൾ ആദ്യം 1 o'clock 2 o'clock 3 o'clock പഠിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് പഠിക്കും. അത്രയും പേരൻസിനോട് ഹെൽപ്പ് വാങ്ങിച്ചിട്ട് പഠിക്കുമോ? ഞാൻ പഠിക്കണേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.